നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ എന്ന യൂട്യൂബ് ചാനലിലെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങളുമായി ചർച്ച ചെയ്യാൻ വേണ്ടിയാണ്. ഇതൊരു റിപ്പോർട്ടായിട്ട് കണക്കാക്കേണ്ട കാര്യമില്ല, ഇതൊരു ചർച്ചയായിട്ട് തന്നെ കരുതിയാൽ മതി. ഒടിയൻ എന്ന് പറയുന്ന സിനിമ മലയാളത്തിലെ ഏറ്റവും വലിയ ഹൈപ്പ് ക്രിയേറ്റ് ചെയ്ത് തിയേറ്ററുകളിലെത്തിയ, ആയിരക്കണക്കിന് തിയേറ്ററുകളിൽ റിലീസ് ചെയ്ത ഒടിയൻ എന്ന് പറയുന്ന ചിത്രം ചരിത്രത്തിൽ ആദ്യമായിട്ട് മലയാളത്തിൽ ഒരു സിനിമ ഇറങ്ങി കാലത്ത് 4 മണിക്ക് ഫാൻസ് ഷോ സംഘടിപ്പിക്കേണ്ട അവസ്ഥയിലായ ഒരു സിനിമ, അത്രയും വലിയ ഹൈപ്പ് ക്രിയേറ്റ് ചെയ്ത ഒരു സിനിമ റിലീസ് ചെയ്ത് ഏകദേശം ഒരു 1.25 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ ചിത്രം പരാജയപ്പെട്ടു. ചിത്രത്തിന്റെ ക്ലൈമാക്സ് പോരാ, ഫൈറ്റ് ഇല്ല, സ്റ്റണ്ട് ഇല്ല, പാട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കമന്റുകൾ സോഷ്യൽ മീഡിയയിൽ അവതരിക്കുകയും ആദ്യത്തെ മണിക്കൂർ മുതൽ ചിത്രം വൻ പരാജയമാണ് എന്ന് കാട്ടിക്കൂട്ടാൻ വേണ്ടി ഒരു വൻ സംഘം തന്നെ ഓൺലൈനിൽ കുത്തിയിരുന്ന് അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്തു എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ചിത്രം അതിനെല്ലാം തരണം ചെയ്ത് നല്ല അഭിപ്രായം നേടുകയും നല്ല രീതിയിലുള്ള കളക്ഷൻ നേടുകയും ഉണ്ടായി എന്ന കാര്യവും നിങ്ങൾക്കറിയാവുന്നതാണ്. എല്ലാവരും അത് അംഗീകരിച്ചില്ലെങ്കിൽ പോലും എന്നാലും ചിത്രം നല്ല രീതിയിൽ തന്നെ കളക്ഷൻ നേടി എന്നുള്ളതാണ് എല്ലാ രീതിയിലുള്ള റിപ്പോർട്ടുകളും വ്യക്തമാക്കുന്നത്. ഇപ്പം കളക്ഷൻ്റെ കാര്യമൊന്നുമല്ല നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഈ ചിത്രം റിലീസ് ചെയ്തു, അതിനുശേഷം ചിത്രം സ്റ്റേറ്റ് അവാർഡ് ലെവലിലേക്ക് വരുന്നു. സ്റ്റേറ്റ് അവാർഡ് ആ ചിത്രം നല്ല രീതിയിൽ പരിഗണിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് ആ ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രങ്ങളായ മോഹൻലാലും അതിലെ നായികയായ മഞ്ജു വാര്യരും ഈ പ്രാവശ്യത്തെ സ്റ്റേറ്റ് അവാർഡ് ഫംഗ്ഷനിൽ അവരുടെ പേര് ഉൾപ്പെടുത്തേണ്ട കാര്യമില്ല, ഫംഗ്ഷനിലല്ല, അവാർഡിന് വേണ്ടി അവരുടെ പേര് പരിഗണിക്കേണ്ട കാര്യമില്ല, അവര് യുവാക്കൾക്ക് വേണ്ടി മാറി നിന്ന് കൊടുക്കുന്നു എന്നുള്ളൊരു പ്രസ്താവന അവരിൽ നിന്നുണ്ടായത്. അതുകൊണ്ട് ഈ ചിത്രം ഈ 2 കഥാപാത്രങ്ങളെയും അതിനകത്ത് അവരെ ബെസ്റ്റ് ആക്ടർ എന്നുള്ള നിലയിലേക്ക് പരിഗണിക്കാതിരിക്കുകയാണ് ഉണ്ടായത്. അതെല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ്. എന്നാൽ അതിനുശേഷം ഇപ്പോൾ വനിതാ ഫിലിം അവാർഡ് എന്ന് പറഞ്ഞ ഒരു അവാർഡ് ചിത്രത്തിന് ലഭിക്കുകയുണ്ടായി. അതിനേക്കാൾ ഏറ്റവും ഉപരിയായിട്ട് മോഹൻലാലിന് ബെസ്റ്റ് ആക്ടർ എന്നുള്ള അവാർഡ് ലഭിച്ചു. മഞ്ജു വാര്യർക്ക് ബെസ്റ്റ് നായിക എന്നുള്ള അവാർഡ് ലഭിച്ചതിൽ 2 സിനിമകളിൽ ഒരെണ്ണം ഒടിയനാണ്. മോഹൻലാലിന് ലഭിച്ചത് ഒടിയൻ എന്ന് പറഞ്ഞ ചിത്രത്തിലെ മാത്രം പെർഫോമൻസ് നോക്കിയിട്ടാണ്. ഇത് വന്നു കഴിഞ്ഞതോടുകൂടി ഒരു വൻ സംഘം വീണ്ടും ഇറങ്ങിയിരിക്കുകയാണ് മോഹൻലാലിനെതിരായിട്ട്. നിങ്ങൾ കേട്ട് കാണും, ലാലേട്ടാ നിങ്ങൾ ഇത് സ്വീകരിക്കരുത്, ഇത് നിങ്ങൾക്കൊരു അപമാനമാണ്, ഞങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നു, നിങ്ങളത് മേടിക്കാതിരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് വൻ ഇതൊക്കെ കണ്ടിരുന്നു. സത്യത്തിൽ ഈ പറയുന്ന വ്യക്തികൾ ഇദ്ദേഹത്തെ സ്നേഹിക്കുന്ന വ്യക്തികളാണോ? ഈ മോഹൻലാൽ എന്ന് പറയുന്ന സിനിമാ നടനെ ഇവർ സ്നേഹിക്കുന്ന വ്യക്തികളാണോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. ഒരു മോഹൻലാൽ ആരാധകൻ പോലും അങ്ങനെ ഒരു പ്രസ്താവന അല്ലെങ്കിൽ അങ്ങനെ ഒരു കമൻറ്റ് സോഷ്യൽ മീഡിയയിലെ ഓരോരുത്തർ പോലും പങ്കുവയ്ക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഫേസ്ബുക്കിലായിക്കോട്ടെ, വാട്സപ്പിലായിക്കോട്ടെ, എന്തൊരു ആയിക്കോട്ടെ, അങ്ങനെ കമൻറ്റുകൾ ഇടുന്ന വ്യക്തികൾ യഥാർത്ഥത്തിൽ മോഹൻലാൽ ആരാധകരല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അവർ പലരും പറയുന്നത് ഒടിയനിലെ പെർഫോമൻസ് വളരെ മോശമായിരുന്നു എന്നാണ് പറയുന്നത്. മോഹൻലാലിൻ്റെ പെർഫോമൻസ് വളരെ മോശമായിരുന്നു എന്നാണ് എല്ലാവരും തന്നെ പറയുന്നത്. ഈ കമൻ്റ് ഇടുന്ന ടീമുണ്ടല്ല. ചിത്രം കണ്ടവർക്കറിയാം, ചിത്രം ചിലപ്പോൾ നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റിയെന്ന് വരില്ല. കാരണം ഈ പറഞ്ഞ ഹൈപ്പോട് കൂടിയൊക്കെ പോയി കണ്ട ആൾക്കാർക്കൊക്കെ വളരെയധികം നിരാശ സമ്മാനിച്ചൊരു ചിത്രമാണ്. എന്നെ സംബന്ധിച്ച് ഒരു ശരാശരിക്ക് മുകളിലുള്ള അഭിപ്രായമാണ് എനിക്ക് ചിത്രത്തെക്കുറിച്ചുണ്ടായത്. ഞാൻ അന്ന് ചിത്രം ഇറങ്ങിയ സമയത്ത് ചിത്രത്തിൻ്റെ റിവ്യൂ ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞതാണത്. പക്ഷെ ആ ചിത്രത്തിന്റെ വലിയ വിജയത്തിന് കാരണം ഇതുപോലുള്ള ഡീ പ്രൊമോഷൻ തന്നെയായിരുന്നു. മോഹൻലാൽ ഫാൻസുകാരെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ചിത്രം വിജയിപ്പിക്കാൻ തന്നെ തുനിഞ്ഞിറങ്ങിയത് കൊണ്ടാണ് ചിത്രം വിജയിച്ചത്. ഇല്ലാന്നുണ്ടെങ്കിൽ അത് അന്ന് തന്നെ വീണ്ടും പോകേണ്ട ഒരു ചിത്രമായിരുന്നു. ചിത്രത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് അഭിപ്രായം ഉണ്ടായാലും മോഹൻലാൽ ഒരു സാമാന്യ ബോധമുള്ള ഒരു വ്യക്തി ആ ചിത്രം കണ്ടിട്ടുണ്ടെങ്കിൽ അതിനകത്ത് മോഹൻലാലിന്റെ പെർഫോമൻസിനെ അവർ അംഗീകരിക്കും. അത്ര കഠിനാധ്വാനത്തോടു കൂടിയും അത്രയധികം റിസ്ക് എടുത്തുമാണ് അദ്ദേഹം ആ ചിത്രത്തിൽ അഭിനയിച്ചിരിക്കുന്നത്. അതിനുള്ള പ്രതിഫലമാണ് ഈ പറഞ്ഞ വനിതാ അവാർഡ്. പിന്നെ വേറൊരു വിഭാഗം വനിതാ അവാർഡ് മോഹൻലാൽ കാശ് കൊടുത്ത് മേടിച്ചാണ്. 5 നാഷണൽ അവാർഡുണ്ട്, 5 നാഷണൽ അവാർഡ്, ഏകദേശം 7 or 8 സ്റ്റേറ്റ് അവാർഡ് ഉണ്ട്. അത് എത്രയാണെന്ന് എനിക്കറിയില്ല. 5 നാഷണൽ അവാർഡ് എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. 2 പ്രാവശ്യം ബെസ്റ്റ് ആക്ടർ എന്നുള്ള നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ട്. 2 പ്രാവശ്യം സ്പെഷ്യൽ ജൂറി അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഒന്ന് മറ്റേ പടത്തിന് കഥകളിക്കാരനായിട്ടുള്ള പടത്തിന്റെ പ്രൊഡ്യൂസർ എന്ന രീതിയിലുള്ള മികച്ച ചിത്രത്തിനുള്ള അവാർഡും മോഹൻലാലിന് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ മൊത്തം 5 നാഷണൽ അവാർഡ് അദ്ദേഹത്തിന്റെ വീട്ടിലിരിപ്പുണ്ട്. ആ ഒരു നാഷണൽ അവാർഡുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ ഈ പറഞ്ഞ വനിതാ അവാർഡ് എന്ന് പറയുന്നത് എത്രത്തോളം വാല്യൂ ഉള്ളതായിരിക്കുമെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാം. അപ്പോൾ ഈ 5 നാഷണൽ അവാർഡൊക്കെ മേടിച്ചു വെച്ചിരിക്കുന്ന ആൾ ഈ പറഞ്ഞൊരു വനിതാ അവാർഡിന് വേണ്ടി കാശ് കൊടുത്ത് അവാർഡ് മേടിച്ചു എന്ന് പറയുന്നതിലുള്ള യുക്തി നിങ്ങളൊന്ന് മനസ്സിലാക്കി വിലയിരുത്തുക. കൃത്യമായിട്ട് ഓരോന്നിൻ്റെ കമൻറ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ താഴെ.
ഇനിയുള്ള വേറൊരു കാര്യം, ഇതിനെല്ലാത്തിൻ്റെയും ഉത്തരവാദികളായിട്ട് എഴുതപ്പെടുന്നത് മമ്മൂട്ടി ആരാധകരാണ്. സത്യത്തിൽ ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല മമ്മൂട്ടി ആരാധകരാണ് ഇതിൻ്റെ പിന്നിലെന്ന്. ഇതിൻ്റെ പിന്നിലെന്ന് പറഞ്ഞാൽ ചിത്രം ഇഷ്ടപ്പെടാത്തവരുണ്ടാവും, അതിനെതിരെ കമൻറ്റ് ചെയ്യുന്നവരുണ്ടാവും. നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നതാണ് മോഹൻലാൽ ഫാൻസിൻ്റെയും മമ്മൂട്ടി ഫാൻസിൻ്റെയും ഇടയിലുണ്ടാകുന്ന ഒരു ഫൈറ്റ്. അത് നമ്മളെല്ലാവരും എൻജോയ് ചെയ്യുന്നതാണ്. എൻ്റെ ചാനലിലാണ് ഒരു പക്ഷേ ഞാൻ ശ്രദ്ധിച്ചിടത്തോളം യൂട്യൂബ് ചാനലുകളിൽ ഏറ്റവും കൂടുതൽ മോഹൻലാൽ മമ്മൂട്ടി ഫാൻസിൻ്റെ ഫൈറ്റ് നടക്കുന്നത് എൻ്റെ ചാനലിൽ തന്നെയാണ്. ഞാൻ എല്ലാ ചാനലുകളും ഫോളോ ചെയ്യുന്ന വ്യക്തി ആയതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ അവരുടെ എല്ലാം കൃത്യമായിട്ടുള്ള യാഥാർത്ഥ്യത്തിലുള്ള ആരാധകർ ആരാണെന്ന് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ഈ വരുന്ന കമൻറ്റുകളിൽ. ഓരോ ഇതിൻ്റെയും താഴെ വരുന്ന കമൻറ്റുകൾ എന്ന് പറഞ്ഞാൽ കമൻറ്റുകൾക്ക് താഴെ വരുന്ന കമൻറ്റുകളൊക്കെ ആയിട്ട് ഏകദേശം 1000-1500 കമൻറ്റുകൾ ഓരോ വീഡിയോസിൻ്റെ താഴെ വരുന്നുണ്ട്. ഇതെല്ലാം ഞാൻ വായിച്ചു നോക്കാറുണ്ട്, ഒരെണ്ണം പോലും മിസ് ചെയ്യാതെ എല്ലാം വായിച്ചു നോക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ കൃത്യമായിട്ടുള്ള ഫാൻസുകാർ ആരാണെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അവരൊരു പക്ഷേ മോഹൻലാലിൻ്റെ ഒടിയനെ കളിയാക്കിയിരിക്കാം, മോഹൻലാലിൻ്റെ അഭിനയത്തെ കളിയാക്കിയിരിക്കാം. പക്ഷേ വ്യക്തിപരമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ എന്താ പറയുക, അതിന് കൃത്യമായിട്ടുള്ള വാക്കിൽ ആ രീതിയിലുള്ള ഒരു എതിർപ്പൊന്നും അവർ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രകടിപ്പിക്കാറില്ല. മമ്മൂട്ടി ആരാധകരാണ് ആ ചിത്രത്തെ മോശമായി ചിത്രീകരിച്ചതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അതിനുശേഷം റിലീസ് ചെയ്ത പേരൻപ് എന്ന് പറയുന്ന ചിത്രത്തിന്റെ പോസ്റ്റർ ഒട്ടിച്ച് തിരുവനന്തപുരത്ത് മോഹൻലാൽ ആരാധകർ പോസ്റ്റർ ഒട്ടിക്കുന്ന സംഭവം നിങ്ങൾ എല്ലാവരും കണ്ടതാണ്. അതിന് ഫ്ലെക്സ് കിട്ടുന്ന സംഭവം നിങ്ങൾ കണ്ടതാണ്. യഥാർത്ഥത്തിലുള്ള മോഹൻലാൽ ആരാധകരായാലും യഥാർത്ഥത്തിലുള്ള മമ്മൂട്ടി ആരാധകരായാലും പരസ്പരം ബഹുമാനിക്കുന്ന രീതിയിലുള്ള കമന്റുകളും അതിന് രീതിയിലുള്ള കളിയാക്കലുകളും മാത്രമേ അവർ ചെയ്യാറുള്ളൂ. ഒരിക്കലും ഒരു സിനിമയെ നശിപ്പിക്കാൻ വേണ്ടി അവർ ചെയ്യാറില്ല, അല്ലെങ്കിൽ ഈ നടനെ വ്യക്തിപരമായിട്ടുള്ള അധിക്ഷേപങ്ങൾക്ക് അവർ മുതിരാറില്ല. ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് 1-2 അല്ലല്ലോ, 10-40 കൊല്ലമായിട്ട് ഒരുമിച്ചുള്ള രണ്ട് വൻ പ്രതിഭകളാണ് ഇവർ രണ്ടുപേരും. അതുകൊണ്ട് തന്നെ ഇവരുടെ ആരാധകരും അന്ന് തൊട്ടുള്ള ആൾക്കാരാണ്. ഞാൻ ഈ രണ്ട് വ്യക്തികളുടെയും സിനിമകൾ കണ്ടു തുടങ്ങിയിട്ട് ഏതാണ്ട് 20-25 കൊല്ലമായി. എനിക്കിപ്പോൾ 30-32 വയസ്സായി. ആ ഒരു പ്രായം തൊട്ട് ഞാൻ കാണുന്നതാണ് ഈ രണ്ട് ടീമുകളുടെയും ആരാധനയും ഇവരുടെ രണ്ടുപേരുടെയും സിനിമകളും എല്ലാം. തിയേറ്ററിൽ തന്നെ പോയാണ് അന്ന് തൊട്ട് പടം കാണുന്നത്. ഈ ഒരു കാര്യം, ഇങ്ങനൊരു സംഭവം നടക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ചിന്തിക്കേണ്ടത്, ആദ്യം നമ്മൾ സംശയിക്കുന്നത് മമ്മൂട്ടി ആരാധകരെയാണ് എന്നുള്ളതാണ്. ആ ഒരു സംശയം അവർക്ക് നേരെ തിരിയുമെന്ന് കരുതിയിട്ടുള്ള ആരുടെയോ ഒരു ഗെയിമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം നിങ്ങൾക്ക് അതിനകത്ത് രേഖപ്പെടുത്താം, അത് പറയാവുന്നതാണ്. പക്ഷേ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. അവരങ്ങനെ ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നില്ല. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നേരത്തെ ഞാനിട്ടൊരു വീഡിയോൻ്റെ താഴെ വന്നൊരു കമൻറ്റാണ്. ഏകദേശം ചിത്രം ഇറങ്ങിയ 2ാമത്തെ വാരമായിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു, ചിത്രം എത്ര തിയേറ്ററുകളിൽ ഓടുന്നുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൃത്യമായിട്ടുള്ള തിയേറ്റർ ലിസ്റ്റുകളും അതിനകത്ത് ഓടുന്ന ഒക്യുപ്പൻസിയുടെ അളവുകളൊക്കെ വെച്ചിട്ടുള്ള ഒരു കണക്കായിരുന്നു അതിനകത്ത് ഇട്ടത്. ആ ഇതിൻ്റെ താഴെ വന്നിട്ട് ഒരാൾ കമൻറ്റ് ചെയ്യുകയുണ്ടായി, നിങ്ങൾ എന്ത് പരിപാടിയുടെ മനുഷ്യൻ പറയണത്, നമ്മുടെ കൊണ്ടോട്ടി അങ്ങാടിയിൽ ചിത്രം ഓടണല്ലോ, പിന്നെ ഇത് എവിടെ കിടന്ന് ഓടണം, ഇതുമാതിരി കാശ് കിട്ടണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വെറുതെ തള്ളണതാണല്ലേന്ന്. ആ കൊണ്ടോട്ടി അങ്ങാടി അല്ല ഇന്ത്യ മഹാരാജ്യം എന്ന് വ്യക്തമായിട്ട് ഒരു ധാരണ പോലും ഇല്ലാത്തൊരു സാധാരണക്കാരനായിട്ടുള്ള ഒരു ആരാധകനാണ് അത് കമൻറ്റ് ചെയ്തിരിക്കുന്നത്. ആ വരിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അദ്ദേഹം ഒരു മമ്മൂട്ടി ആരാധകനാണ്. യഥാർത്ഥത്തിലുള്ള ഇതുപോലുള്ള സാധാരണക്കാരനായിട്ടുള്ള ആരാധകരാണ് മമ്മൂട്ടിയുടെ ആയാലും മോഹൻലാലിൻ്റെ ആയാലും. ഇവരൊരിക്കലും ഈ പറഞ്ഞ രീതിയിലുള്ള കമൻറ്റുകൾക്ക് അപ്പുറമായിട്ടുള്ള ഒരു വൻ കമൻറ്റുകളൊന്നും, അല്ലെങ്കിൽ ഒരു സിനിമയെ നശിപ്പിക്കുന്ന രീതിയിലുള്ള പെർഫോമൻസ് ഒന്നും അവരൊരിക്കലും ഇതുവരെ ചെയ്ത് കണ്ടായിട്ട് ഞാൻ തോന്നുന്നില്ല. നമ്മൾ ഓരോരോ കാലഘട്ടമായിട്ട് എടുത്തു നോക്കുക. ഇനിയിപ്പോൾ വേറൊരു സംഭവം, മോഹൻലാലിനെ എന്താണ് പത്മവിഭൂഷൺ കിട്ടി എന്ന് പറയുന്നു. പത്മവിഭൂഷൺ കിട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് അദ്ദേഹം കാശ് കൊടുത്ത് മേടിച്ചാണെന്ന് പറഞ്ഞുകൊണ്ട്, അദ്ദേഹം എന്താ BJP കാരനാണെന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം അതിനു വേണ്ടിയാണ് മോദിനെ കാണാൻ പോയെന്നൊക്കെ പറഞ്ഞിട്ടുള്ള വലിയ പ്രസ്താവനകളൊക്കെ കേട്ടിരുന്നു. അത് ഈ പറഞ്ഞ മാതിരി എല്ലാവരുടെയും കൂടെ നിന്നുള്ള അഭിപ്രായങ്ങൾ ഞാൻ കേട്ടിരുന്നു. ഞാനും അതിനെപ്പറ്റി ഒരു വീഡിയോ ഇട്ടിരുന്നു. എന്തായാലും ആ ഒരു സംഭവം അവിടെ അങ്ങനെ ഒരു പേര് അവിടെ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ അത് മോഹൻലാൽ കാശ് കൊടുത്ത് മേടിച്ചാണെന്ന് പറഞ്ഞൊരു വാദം വന്നു. അതവിടെ നിൽക്കട്ടെ എന്ന് പറയാൻ വേറെ ഒന്നുമല്ല. അത് അത്രയും വലിയൊരു അവാർഡ്, അതായത് പത്മവിഭൂഷൺ, അത് എങ്ങനെയാണ് കൊടുക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്താൽ കിട്ടും. ആരാണ് അത് കൊടുക്കുന്നത്, ഏത് രീതിയിലാണ് അത് കൊടുക്കുന്നത്. പ്രധാനമായിട്ടും നോക്കേണ്ടത്, അങ്ങനെയുള്ള ഒരു അവാർഡിന് വേണ്ടി പരിഗണിക്കേണ്ടത് കേന്ദ്ര സർക്കാരാണെങ്കിൽ അതിനുവേണ്ടി അയച്ചു കൊടുക്കുന്നത് ഇവിടുത്തെ സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ്. സ്റ്റേറ്റ് ഗവൺമെൻറ് എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് ഭരണവും അവിടെ BJP-കാരുമാണ് ഭരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് ടീമുകൾ രാത്രിയും പകലും എന്നൊക്കെ പറഞ്ഞ മാതിരി, അല്ലെങ്കിൽ വേറെ ഇതെന്നൊക്കെ പറഞ്ഞ മാതിരിയുള്ള ഒരു സൗഹൃദമാണ് അവരുമുള്ളത്. അപ്പം ഒരിക്കലും ആ ഒരു കാശ് കൊടുത്തെന്നുള്ള സാധനം അവിടെ പ്രാവർത്തികമാവില്ല എന്ന് കോമൺ സെൻസ് ഉള്ളവർക്ക് മനസ്സിലാവും. ഇനി കോമൺ സെൻസ് ഇല്ലാത്തവർ എന്തുകൊണ്ടെങ്കിലും വിചാരിച്ചാൽ നമുക്ക് നോക്കേണ്ട കാര്യമില്ല. പിന്നെ ഏറ്റവും വലിയ കോമഡി ആയിട്ട് എനിക്ക് തോന്നിയത്, വനിതാ അവാർഡ് കാശ് കൊടുത്ത് മോഹൻലാൽ മേടിച്ചെന്ന് പറയുമ്പോൾ ഏതാണ്ട് 340-350, കൃത്യമായിട്ട് എനിക്കറിയാം, 337 സിനിമ എന്നാണ് എൻ്റെ അറിവ് ഇതുവരെ റിലീസ് ചെയ്തത്. കൃത്യമായിട്ട് എനിക്കറിയില്ല.
ഒന്നുകൂടി സെർച്ച് ചെയ്യണം. ആർക്ക് കൃത്യമായിട്ട് അറിയാവുന്ന ആൾക്കാരുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത്രയും സിനിമകളിൽ അഭിനയിച്ച് മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തിക്ക് കിട്ടിയ അവാർഡുകളുടെ എണ്ണം ഏകദേശം 500-ന് മുകളിലാണ്. അത് എല്ലാവർക്കും തന്നെ നിങ്ങൾ മോഹൻലാലിൻ്റെ പേജിൽ പോയി സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് കിട്ടാവുന്നതാണ്. ഈ പറഞ്ഞ ഈ ആക്രി പീക്രിയൊക്കെ അവാർഡുകളുണ്ടല്ലോ, ഈ ഏഷ്യാനെറ്റ് അവാർഡ് എന്നൊക്കെ പറഞ്ഞ് എല്ലാ കൊല്ലവും വിളിച്ച് എല്ലാവർക്കും കൊടുക്കുന്ന ഒരു അവാർഡുകളൊക്കെ ഉണ്ടല്ലോ. അങ്ങനെയുള്ള അവാർഡുകളൊക്കെ കൂട്ടിക്കഴിഞ്ഞാൽ ഈ ഏകദേശം ഒരു 500 അവാർഡിൻ്റെ അടുത്തുണ്ടാകും. അതായത് അഭിനയിച്ച സിനിമകളുടെ ഇരട്ടിയോളം അവാർഡുകളുള്ള വ്യക്തികളിൽ പെട്ട അപൂർവം ചില നടന്മാരിൽപ്പെട്ട ഒരാൾ തന്നെയാണ് ഈ മോഹൻലാൽ എന്ന് പറഞ്ഞത്. അങ്ങനെയുള്ള ഒരാൾ ഈ വനിതാ അവാർഡിന് വേണ്ടി കാശ് കൊടുത്ത് അത് മേടിച്ചു. എന്നിട്ട് ഒടിയൻ സിനിമയുടെ ഇതിനു വേണ്ടി അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, യൂട്യൂബിൽ തന്നെ ലഭ്യമാണ് അതൊക്കെ. അപ്പം ഇങ്ങനെയുള്ള ഒരു പ്രസ്താവനകൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കളിയാക്കലുകൾ ഒരിക്കലും നല്ല ആരാധകർ ചെയ്യുമെന്ന് തോന്നുന്നില്ല. നല്ല ആരാധകർ എന്ന് ഉദ്ദേശിച്ചത് മമ്മൂട്ടി ആരാധകർ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മോഹൻലാൽ ആരാധകർ എന്തായാലും അത് ചെയ്യില്ലല്ലോ. നല്ല മോഹൻലാൽ ആരാധകർക്ക് അത് മനസ്സിലായിട്ടുണ്ടാവും ആരൊക്കെയാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. അവർക്ക് മനസ്സിലായില്ലെങ്കിലും മമ്മൂട്ടി ആരാധകരായിരിക്കില്ല എന്നുള്ള കാര്യം ഏതാണ്ടൊക്കെ വ്യക്തിപരമായിട്ട് എല്ലാവർക്കും തന്നെ മനസ്സിലായിട്ടുണ്ടാവും. നിങ്ങളുടെ സംശയങ്ങൾ വ്യക്തമായിട്ട് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. അതുപോലെ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. വേറെ ഒന്നല്ല, ഈ മമ്മൂട്ടി മോഹൻലാൽ എന്നൊക്കെ വിളിക്കുന്നതിനെതിരായിട്ടൊരു പ്രസ്താവനയൊക്കെ കൂടെ താഴെ വരുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ഒരു വീഡിയോ നമുക്ക് പിന്നെ ചെയ്യാം. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഒടിയൻ കാണാതെ ഒടിയൻ്റെ അഭിനയത്തെ കളിയാക്കുന്ന വ്യക്തികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് ആ ചിത്രം ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്കിപ്പോൾ CD ഒക്കെ ഇറങ്ങിയിട്ടുണ്ടല്ലോ, അതൊന്ന് എടുത്തൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ അറിയാൻ പറ്റും അദ്ദേഹം അതിനകത്ത് നടത്തിയിരിക്കുന്ന പെർഫോമൻസ്. സിനിമ നിങ്ങൾ വിടുക, സിനിമ ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല, എന്തും ആയിക്കോട്ടെ, ആ സിനിമയിൽ അദ്ദേഹം നടത്തിയ പെർഫോമൻസ് എന്താണെന്ന് നോക്കുക. ഒരിക്കലും അവാർഡുകൾ പരിഗണിക്കുന്ന ചിത്രത്തിന് സൂപ്പർ ഹിറ്റ് ആയോ അല്ല കോടികൾ കളക്ഷൻ നേടിയോ എന്നൊന്നും നോക്കിയിട്ടൊന്നുമില്ല. അവാർഡുകൾ പരിഗണിക്കുന്നത് ആ ചിത്രത്തിൽ അദ്ദേഹം മികച്ച അഭിനയമാണോ കാഴ്ചവെച്ചത് എന്നതിനെ ആസ്പദമാക്കിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ഈ വീഡിയോയുടെ ലെങ്ത് ഒരല്പം കൂടി, അത് സ്വാഭാവികമായിട്ടും കൂടുന്നതാണ്. ഇതുപോലെയുള്ള വിഷയങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നം തന്നെയായിട്ട് കരുതുക. എന്തായാലും അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.